ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മധുരം എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ആവശ്യമായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. കാച്ചാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 വലിയ ടീസ്പൂണോളം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് അത് കൂടുതലോ കുറവോ എടുക്കാവുന്നതാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ എടുത്തത്. അതല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ സ്പൂണും കൊണ്ട് നന്നായിട്ട് നമ്മുടെ കട്ടകളെല്ലാം ഉടച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുറുകി വരുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ്. അത് നന്നായിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്, അതുകൊണ്ട് വേറെ ഷുഗർ ഒന്നും ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതാ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് 2 കളറുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ജസ്റ്റ് ഫോട്ടോയിലൊക്കെ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഞാൻ ദാ ഇതിലേക്ക് 2ലും 2 കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നിലേക്ക് ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ജെൽ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമിലേക്ക്. അപ്പോൾ നമ്മൾ അതും ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ബ്രെഡ് എടുക്കുക. അപ്പോൾ അത് ഇതിൻ്റെ അരികെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ അരികൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്നിട്ട് നമ്മുടെ പാലിൻ്റെ മിക്സും അതുപോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും എല്ലാം പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓരോ സ്ലൈസും ബ്രെഡ് എടുക്കുക. അതൊന്ന് നമ്മുടെ പാലിൻ്റെ മിക്സിലേക്ക് നന്നായിട്ട് ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആ പാലൊന്ന് ഇങ്ങനെ ഒന്ന് അമർത്തിയിട്ട് കളയുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം, ഇഷ്ടമുള്ള കളർ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തേച്ച ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് മേളിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡ് കൂടി എടുക്കുക. അതിനെ ഒന്ന് പാലിൽ മുക്കിയിട്ട് ഇതുപോലെ അമർത്തി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഞാനപ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ദാ നമ്മൾ ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ്സിലേക്ക് നമുക്ക് ആ ക്രീം കൊണ്ട് തന്നെ ഒന്ന് മൊത്തത്തിലാക്കി കൊടുക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം റെഡ് കളർ ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ കോക്കനട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം, ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചു മറിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിനി ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ക്രീമുകളും പല കളറുകളായിട്ട് നമുക്ക് പല ഷേപ്പുകളിലും ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേറെ ഷേപ്പൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരല്പം ഒന്നിങ്ങനെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കും. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ കോക്കനട്ടിൽ മുക്കിയിട്ട് മാറ്റി വെക്കാം.
നമ്മുടെ എല്ലാ ബ്രെഡുകളും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പും അതുപോലെ തന്നെ ക്രീമും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ വായിലിട്ട അലിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഡ്രസ്ലെസ് കേക്കൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ നമുക്ക് ഇത് കഴിക്കാം. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമുക്ക് ആവശ്യമുള്ള പീസ് എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും. അല്ലാതെ തന്നെ സോഫ്റ്റാണ്, എന്നാൽ കൂടിയിട്ട് ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ എന്നിട്ട് ഇത് നമ്മുടെ ഡ്രസ്ലെസ് കേക്കൊക്കെ തിന്നുന്ന പോലെ നന്നായിട്ട് സോക്ക് ചെയ്ത ശേഷം കഴിക്കുക. ഇതും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന് മേലേക്ക് കുറച്ച് ചോക്ലേറ്റ് കൂടിയൊക്കെ വിതറിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഭംഗിയും ടേസ്റ്റും ഒക്കെ കൂടും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കിയൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായവർ, നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായവർ നമ്മുടെ വേൾഡ് വ്ളോഗ്സ് 786 എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലാണ് നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.